അസ്സലാമലൈക്കും, വെൽക്കം ടു ദിസ് വിപ്പി ക്യാൻറ്റി. എല്ലാവരും സുഖമായി സന്തോഷത്തോട്ടിരിക്കുന്നതായിരിക്കുന്നു. ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. കഴിഞ്ഞ ഫ്രൈഡേയിൽ എൻ്റെ ഡേ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് അതിൻ്റെ കുറച്ച് ഗ്ലിംസസ് ഒക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയേക്കുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ മക്കളെ സ്കൂളിൽ വിട്ടതിന് ശേഷമാണ് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. എൻ്റെ പ്രൊജക്റ്റൊക്കെ തീർന്നപ്പോൾ ഞാനിപ്പോൾ ഫ്രീ ആണ്. അപ്പോൾ ഇന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. രാവിലെ മക്കളെ വിട്ടതിന് ശേഷം ഞാനൊന്ന് നടക്കാൻ പോവും. മിക്കവാറും ടൈം ഉണ്ടെങ്കിൽ നടക്കാൻ പോവും. ചിലപ്പോഴൊക്കെ എൻ്റെ കൂടെ ഒരു ഫ്രണ്ട് ഉണ്ടാവാറുണ്ട്, ഫസിക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ, ഫഹദിയാസ് വേൾഡ് എന്ന് പറഞ്ഞ്. ആരെങ്കിലും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കണം, സബ്സ്ക്രൈബും ചെയ്യണം. മോളുടെ ചാനലാണ് ഫസിയുടെ. പക്ഷേ എല്ലാ ദിവസവും ഫസിക്ക് വരാൻ പറ്റില്ല, കാര്യം ഫസിക്ക് ഒരു ചെറിയ കുട്ടിയോടുണ്ട്. അപ്പോൾ ആ മോൾ എഴുന്നേറ്റാൽ ഫസിക്ക് എൻ്റെ കൂടെ നടക്കാൻ വരാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഞാൻ ഒറ്റയ്ക്കായിരിക്കും പോകുന്നത്. എന്തായാലും അങ്ങനെ വലിയ നടത്തമൊന്നും അല്ല കേട്ടോ, കാര്യം ചൂടിപ്പോഴും ഉണ്ട്. കാരണം നമുക്ക് ഒത്തിരി നേരമൊന്നും നടക്കാൻ പറ്റാറില്ല. ക്ലൈമറ്റ് അങ്ങനെ അങ്ങ് മാറിയിട്ടില്ല. വിൻ്ററിലെ ഒരു ടെമ്പറേച്ചർ ഇപ്പോഴും ചെറുതായിട്ടുണ്ട്. പക്ഷേ എന്നാലും നടന്നിട്ട് വരുമ്പോൾ ഒരു ഉന്മേഷം തോന്നാറുണ്ട്. അപ്പോൾ ഇന്ന് ഫ്രൈഡേ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഫ്രൈഡേ സാധാരണ പണ്ട് മുതൽ എൻ്റെ വീട്ടിൽ ചെറുപ്പത്തിലെ വെള്ളിയാഴ്ച ഭയങ്കര ക്ലീനായി വീടിടുന്ന ഒരു സ്വഭാവം എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഇന്ന് ഒരു പവർ അവർ ക്ലീനിങ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കുന്നത് കേട്ടോ. വലുതായിട്ട് ഡീപ്പ് ക്ലീനിങ് ഒന്നും അല്ല, പക്ഷേ ബെഡ്ഷീറ്റൊന്നും മാറ്റുന്നില്ല, എല്ലാം പൊടി തട്ടി എടുക്കുന്നേ ഉള്ളൂ. ഒന്നാമത്തെ റീസൺ ഞാൻ മുൻപ് പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്, വീക്കെൻഡിൽ ഞാൻ ഒട്ടും ക്ലീൻ ചെയ്യാറില്ല. പിന്നെ അത് കാരണം വീക്കെൻഡിന് വെൽക്കം ചെയ്യാൻ വേണ്ടി ഒന്ന് വീട് വൃത്തിയാക്കി ഇടാറുണ്ട് എല്ലാ ഫ്രൈഡേയും. ബാക്കി എല്ലാം ഒന്നിങ്ങനെ പൊടി തട്ടി എടുക്കുകയുള്ളൂ. പിന്നെ ഫ്ലോർ മോപ്പിങ് മിക്കവാറും ഫ്രൈഡേ ആയിരിക്കും. ഇതെല്ലാം പറഞ്ഞാൽ എല്ലാ ഫ്രൈഡേ എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റുമെന്നൊന്നും ഇല്ല കേട്ടോ, പക്ഷേ മാക്സിമം ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ജോലി തിരക്ക് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പോലും ക്ലീൻ ചെയ്യാറുണ്ടാവാറില്ല. എന്നാലും ഫ്രൈഡേ ഞാൻ മാക്സിമം വൃത്തിയാക്കി ഇടും. കാര്യം വീക്കെൻഡിൽ ചിലപ്പോൾ ഗസ്റ്റൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നേക്കാം. അപ്പോൾ അതൊക്കെ കാരണം മാക്സിമം വൃത്തിയാക്കി ഇടാറുണ്ട്. മിക്കവാറും വാഷ്റൂമും ബാത്റൂമും എല്ലാം ക്ലീൻ ചെയ്യുന്നതും പിന്നെ തറ തുടയ്ക്കുന്നതും ഈ ഒരു ദിവസമായിരിക്കും, ഫ്രൈഡേ ആയിരിക്കും. പിന്നെ മൺഡേയും കൂടെ ഞാൻ ഫ്ലോർ മോപ്പ് ചെയ്യും. അത് മാൻഡേറ്ററി ആയിട്ട് ചെയ്യുന്ന ഈ ദിവസങ്ങളിലേ ഉള്ളൂ. ഫ്രൈഡേ ഞാൻ മോപ്പ് ചെയ്യുമ്പം അല്പം ഫ്ലോർ ക്ലീനർ ഒഴിച്ചിട്ടാട്ടോ മോപ്പ് ചെയ്യുന്നത്. അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഫ്രൈഡേ മോപ്പ് ചെയ്യും. മൺഡേ ഉഡായിപ്പ് മോപ്പിങ്. അങ്ങനെ നമ്മുടെ ബെഡ്റൂമും കിഡ്സ് റൂമും എല്ലാം ക്ലീനായി. ഇനി ഹാളിലേക്ക് പോവാം. അപ്പോൾ ഇതെല്ലാം കൂടെ പെട്ടെന്ന് തീരും, കാര്യം മോപ്പിങ്ങിനാണ് കുറച്ച് സമയം എനിക്ക് എടുക്കുന്നത്. ബാക്കിയെല്ലാം പെട്ടെന്ന് തീരും. ഇനി ഹാളിൽ, അതായത് ലിവിങ് റൂമിൽ രാവിലെ ഒരു യുദ്ധക്കളമാണ്. എല്ലാവർക്കും മറ്റ് റൂമുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മാക്സിമം ചിലവഴിക്കുന്നത് ലിവിങ് റൂമിലായിരിക്കുമല്ലോ ഒരു ദിവസം, അല്ലേ? ഫാമിലിയായിട്ട് കൂടുതൽ ടൈം എല്ലാവരും ഒരുമിച്ചിരിക്കുന്നത് ലിവിങ് റൂമിലായിരിക്കും. അപ്പോൾ അത് കാരണം കൂടുതൽ വൃത്തിയാക്കേണ്ടത് ലിവിങ് റൂമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് പൊതുവേ ഫ്രൈഡേ ഒരു ക്ലീനിങ്ങും എല്ലാം ഭയങ്കര ഒരു എനർജറ്റിക്കാണ് ഞാൻ ഫ്രൈഡേസ്. എനിക്കൊന്ന് വീക്കെൻഡ് ആകുന്നത് കാരണമായിരിക്കും. എന്നെപ്പോലെ ഒരുപാട് പേരുണ്ടാകും, എനിക്കറിയാം. എനിക്ക് ഫ്രൈഡേ ഭയങ്കര ഇഷ്ടമുള്ള. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴേ ഫ്രൈഡേ ഭയങ്കര ഇഷ്ടമാണ്, കാര്യം വീക്കെൻഡ് ആണല്ലോ. സാറ്റർഡേ സൺഡേ ഹോളിഡേ ആണ്. അങ്ങനെയൊക്കെ ആലോചിക്കുമ്പം പൊതുവേ ഫ്രൈഡേ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് ചടപടാന്ന് വീടൊക്കെ വൃത്തിയാക്കി. ഇനി ഞാനും ഉമ്മായും കൂടെ ഒന്ന് ഗ്രോസറി വാങ്ങാനായിട്ട് പോവാന്ന് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, മന്ത്ലി ഗ്രോസറി ഞാൻ ഓൺലൈനാണ് വാങ്ങുന്നത്. ഇന്നിപ്പോൾ പോകുന്നത് വെജിറ്റബിൾസും, വീക്കിലി ആയിട്ടുള്ള വെജിറ്റബിൾസും പിന്നെ ഫിഷും ചിക്കനും എല്ലാം വാങ്ങാനായിട്ട്. ഫ്രൈഡേ ആണ് മിക്കവാറും ഞാനും ഉമ്മായും പോകുന്നത്. ഒന്നിൽ ഞാൻ ഒറ്റയ്ക്ക് പോവും. ഇനി എനിക്ക് ഭയങ്കര ജോലി തിരക്കൊക്കെ ഉണ്ടെങ്കിൽ ഉമ്മ ഒറ്റയ്ക്ക് പോയി വാങ്ങിച്ചിട്ട് വരും. പക്ഷേ ഇന്നിപ്പം ഞങ്ങൾ രണ്ടും കൂടെയാണ് പോകുന്നത് കേട്ടോ. മദീന ഹൈപ്പർ മാർക്കറ്റ് നമ്മളെ വീട്ടിനടുത്താണ്. നല്ല നാട്ടിലെ ഫ്രഷ് സാധനങ്ങൾ, വെജിറ്റബിൾസ് ആയാലും ഫിഷുമൊക്കെ നല്ല ഫ്രഷായിട്ട് അവിടെ കിട്ടും. പ്രത്യേകിച്ച് രാവിലെ ചെന്നാൽ നല്ല ഫ്രഷായിട്ട് കിട്ടും. അപ്പോൾ ഒരു 9 മണിയൊക്കെ ആകുമ്പോഴേ അവരെല്ലാം സെറ്റായി വെക്കുള്ളൂ.
അതിന് മുൻപ് ഞാൻ ഇത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. 18-ന്, അതായത് ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന് ജസ്റ്റ് 2 days ബിഫോർ ഒരു പായസം കോൺടെസ്റ്റ് ഉണ്ടായിരുന്നു, പായസം കോമ്പറ്റീഷൻ. പൊതുവേ കുക്കിംഗ് കോമ്പറ്റീഷനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാനത് അറിഞ്ഞിരുന്നില്ല ഇങ്ങനൊരു കോമ്പറ്റീഷൻ ഉണ്ടെന്ന്. ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് സൺഡേ ഫ്രീ ആണെന്ന്, അങ്ങനെ വലിയ ജോലിയൊന്നും ഇല്ല, അപ്പോൾ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ റിസപ്ഷനിൽ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു രജിസ്ട്രേഷൻ ഓൾറെഡി ക്ലോസ് ആയിന്ന്. ഞാൻ മുൻപ് മറ്റൊരു വ്ളോഗിൽ മദീനയുടെ കുറച്ച് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഒരു ഡേ ഇൻ മൈ ലൈഫ് തന്നെ ആയിരുന്നു അന്നും. ഈ ഒരു സെക്ഷൻ കിച്ചണിനെ സ്നേഹിക്കുന്ന എല്ലാ ലേഡീസിനും ഇഷ്ടപ്പെടുന്ന ഒരു സെക്ഷൻ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. സ്റ്റീൽ പാത്രങ്ങളും പിന്നെ ഇവിടെ മൺചട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ളതാണെന്ന് തോന്നുന്നു. പക്ഷേ ഞാനിതുവരെ ഇവിടുന്ന് വാങ്ങിച്ചിട്ടില്ല. ഞാൻ മൺചട്ടിയൊക്കെ നാട്ടിൽ നിന്ന് എൻ്റെ മദറിനുള്ള കൊടുത്തു വിടും. അപ്പം നാട്ടിൽ ഞങ്ങൾ വരുമ്പോൾ കൊണ്ടുവരുന്നത്. അപ്പോൾ ഉമ്മ അത് മയക്കി കൊടുത്തു വിടും. എനിക്കിവിടെ വന്നിട്ട് ആ മണ്ണിൻ്റെ മണമൊന്നും കറി ഉണ്ടാക്കുമ്പോൾ ഉണ്ടാവാറില്ല. അത് കാരണം ഇവിടുന്ന് ഞാൻ അങ്ങനെ അധികം വാങ്ങിയിട്ടില്ല. പക്ഷെ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് മദീനയിൽ പൊതുവേ ഉള്ളത്. അങ്ങനെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി കേട്ടോ. വീട്ടിലെത്തിയിട്ടാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. രാവിലെ ചായ കുടിച്ചിട്ടാണ് പോയത്. സാധാരണ വർക്കിംഗ് ഡേ ഒക്കെ ആണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ചുകൂടെ നേരത്തെ കഴിക്കും. ഇന്നിപ്പോൾ വിശാലമായി റിലാക്സ്ഡായി കഴിക്കണമെന്ന് പൊതുവേ എനിക്കുള്ള ആഗ്രഹമാണ്, ഫുഡ് സമാധാനമായി കഴിക്കണമെന്ന്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ലഞ്ചിന് ഹസ്ബൻഡും മക്കളും എല്ലാം ഉണ്ടാവും. അത് കാരണം മന്തിയായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഫ്രൈഡേ ഉച്ചയ്ക്ക് ഒന്നുകിൽ ബിരിയാണി അല്ലെങ്കിൽ മന്തി അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അങ്ങനെ മന്തിക്കുള്ള റൈസ് ബസ്മതി അരി കഴുകി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ഉമ്മ കഴുകി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള പ്രിപ്പറേഷനൊക്കെ ഞാനാണ് ചെയ്യുന്നത്. ഒരു ക്വിക്ക് ആൻഡ് ഈസി മന്തി നമ്മുടെ സ്റ്റൈൽ, അതായത് കുറച്ച് സ്പൈസി ആയിട്ടുള്ളൊരു മന്തി ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം. അത് കാരണം ഞാൻ ഇതിനകത്തിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് റെസിപ്പി പറയുന്നില്ല കേട്ടോ. ഞാൻ ഇന്നത്തെ ദിവസം ചെയ്ത കാര്യങ്ങളിലാണ് ഇതും കൂടെ വരുന്നതുകൊണ്ട് ഞാൻ ഇത് ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ. റൈസ് ഒരല്പം ഓവർ കുക്ക്ഡായിപ്പോയി. മന്തിക്ക് ശരിക്കും റൈസ് പെർഫെക്റ്റായിട്ട് കുക്കായിരിക്കണം. അപ്പോൾ ഞാനൊരല്പം ഫോണിൽ ബിസി ആയിപ്പോയി. അപ്പോൾ അത് കാരണം ഒരു കോൾ വന്നായിരുന്നു. അങ്ങനെ അതിൻ്റെ പിറകെ ആയ കാരണം കറക്റ്റ് സമയത്ത് അരി വാർക്കാൻ പറ്റിയില്ല. ഒരു അല്പം ഓവർ കുക്ക്ഡായിപ്പോയി. എൻ്റെ വീട്ടിൽ മന്തി ബിരിയാണിയേക്കാൾ കൂടുതൽ എല്ലാവർക്കും ഇഷ്ടം മന്തിയാണ്. കാര്യം മന്തി ആകുമ്പോൾ മക്കൾക്കാണെങ്കിൽ പിന്നെ അതിനകത്ത് ഉള്ളിയുടെ മസാല എടുത്ത് മാറ്റണം അങ്ങനെയൊന്നുമില്ല. അതിനകത്ത് ഉള്ളിയും ക്യാപ്സിക്കും എല്ലാം നല്ലോണം അലിഞ്ഞങ്ങ് ചേരും. അപ്പോൾ അത് കാരണം അവർക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇന്നിപ്പോൾ ഈ വേറെ നമ്മൾ സാധാരണ ബിരിയാണി മസാലയിൽ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഉള്ളി സവാളയൊക്കെ വഴറ്റി അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇത് പെട്ടെന്ന് ചെയ്യാം. പിന്നെ ഞാൻ ഈ ഒരു മന്തിക്കകത്ത് ഞാൻ ചിക്കൻ ക്യൂബൊന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ അത് കാരണം വേറെ ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സൊന്നും ഇല്ല. എല്ലാം നമുക്ക് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് തന്നെ ഒരു നല്ല മന്തിയാണ്. റൈസിൻ്റെ കാര്യം ചോദിച്ചാൽ ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു. റൈസ് വലിയ കുഴപ്പമില്ല, നമുക്ക് കഴിക്കാൻ പറ്റുന്ന, അതായത് വെന്ത് അങ്ങ് ഉടഞ്ഞു പോയിട്ടില്ല. എന്നാലും ലേശം ഒന്ന് സാധാരണ മന്തി റൈസിനേക്കാളും ഇത്തിരി ഓവർ കുക്ക്ഡായിപ്പോയെന്നേ ഉള്ളൂ. കാണുമ്പോൾ ഒറ്റയായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷേ ചെറുതായിട്ട് അതെനിക്ക് തോന്നുന്നു ഞാൻ രണ്ടാമത് ഇവിടെ ആവി കയറ്റിയപ്പോൾ സംഭവിച്ചതാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും കഴിക്കാനെടുത്തപ്പോൾ ചെറുതായിട്ടൊന്ന് ലേശം വേവ് കൂടിപ്പോയതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഇതിന് മുകളിലായിട്ട് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തതിൻ്റെ ഓയിൽ ഒരല്പം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ, ആ ഒരു ഗ്ലേസിങ് കിട്ടാനായിട്ട്. അങ്ങനെ ഞാനിപ്പോൾ ഒരു ദോശക്കല്ല് ചൂടാക്കിയിട്ട് അതിന് മുകളിലായിട്ട് നമ്മൾ ഈ ഒരു മന്തിയുടെ റൈസ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിപ്പോൾ മോളെ വിളിക്കാൻ പോവാണ് കേട്ടോ. 11:30 മോൾക്ക് സ്കൂൾ വിടും. അപ്പം ഞാൻ പോയി വിളിക്കാൻ പോവാണ്. അപ്പോൾ ഉമ്മ അത് കറക്റ്റ് സമയത്ത് ചെറുതായിട്ട് ആവി വന്ന് തുടങ്ങുമ്പോൾ ഓഫ് ചെയ്തോളും. ഇപ്പോൾ ഫ്രൈഡേ ഞാൻ മുൻപ് പറഞ്ഞല്ലോ 11:30 വരെ ഉള്ളൂ മക്കൾക്ക് ക്ലാസ്. മോൻ 10th എക്സ്ട്രാ ക്ലാസ് ഉള്ളത് കൊണ്ടും പല ദിവസങ്ങളിലും അവന് ലേറ്റായിട്ടാണ് സ്കൂളിൽ നിന്ന് വിടുന്നത്. അപ്പോൾ അത് കാരണം ഞാൻ തന്നെയാണ് ഡയറക്റ്റ് മോളെ വിളിക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മളിവിടെ ഇൻഫോം ചെയ്തേക്കുന്നത്.
അപ്പോൾ അത് കാരണം മോൻ നേരത്തെയും വീട്ടിൽ വരും ഡയറക്റ്റായിട്ട്. മോളെ ഞാൻ വിളിക്കാൻ പോയാലേ വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ചെന്നപ്പോഴേ അവിടെ റെഡി ആയിട്ടിരിക്കും. ഫ്രൈഡേ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഉള്ളത് കാരണം യൂണിഫോം വേറെയാണ് കേട്ടോ. ഇതാണ് യൂണിഫോം. എനിക്ക് ഈ ഒരു ടൈം ഭയങ്കര ഇഷ്ടമാണ്. മോള് സ്കൂളിലെ എല്ലാ വിശേഷങ്ങളും ഞങ്ങളെ ഈ ഒരു നടത്തത്തിനിടയ്ക്ക് പറയാറുണ്ട് കേട്ടോ. അതെനിക്ക് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒരു പക്ഷേ എനിക്കൊന്ന് വീട്ടിലിരുന്ന് ഞാൻ എന്തെങ്കിലും കാര്യത്തിൽ ബിസി ആയിരിക്കുമ്പോൾ അവൾ പറയുന്നതിനേക്കാൾ എനിക്ക് കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റുന്നൊരു സമയമായതുകൊണ്ടായിരിക്കണം എനിക്ക് ഇങ്ങനത്തെ ഒരു വാക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ കഴിഞ്ഞാലും സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് വന്നാൽ എൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞാൽ ബലൂണിലെ കാറ്റഴിച്ച് വിട്ട അവസ്ഥയാണ് ഈ ഒരു സമ്മർ സീസണിൽ. അപ്പോൾ അത് കാരണം ഞാൻ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം കുളിച്ചു നമസ്കരിച്ചതിന് വന്നതിന് ശേഷം നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ലഞ്ചിനായിട്ടും പള്ളിയിലും പോകാനായിട്ടും ഹസ്ബൻഡ് ഇവിടെ വരുമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഹസ്ബൻഡ് ഓഫീസിലേക്ക് പോയതിന് ശേഷം ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ക്വീൻ എലിസബത്തിൻ്റെ മരണശേഷം ഞാൻ പ്രിൻസസ് ഡയാനയുടെ ഡോക്യുമെൻ്ററിയും ഇൻ്റർവ്യൂസും പഴയ ഇൻ്റർവ്യൂസും ഒക്കെ കാണാൻ ഞാൻ ഭയങ്കര ഒബ്സസ്ഡ് ആയിട്ടിരിക്കുകയാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് പ്രിൻസസ് ഡയാന മരണപ്പെടുന്നത്. അപ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതൊരു സൺഡേ ആയിരുന്നു. അപ്പോൾ സ്കൂളിൽ നമ്മളെ കൊണ്ട് ന്യൂസ് റീഡ് ചെയ്യിക്കാറുണ്ട്. അപ്പോൾ അന്ന് അതായത് പിറ്റേ ദിവസം മൺഡേ ന്യൂസ് റീഡ് ചെയ്യാനായിട്ട് എനിക്കായിരുന്നു സ്ലോട്ട് കിട്ടിയത്. അപ്പോൾ ഞാൻ അന്നത്തെ ദിവസത്തെ ന്യൂസ് പേപ്പർ കുറേ അരിച്ച് പെറുക്കി വായിച്ചതും ഡയാന പ്രിൻസസിനെ പറ്റി അന്നാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നതും. അതിനുശേഷം എനിക്ക് 2-3 ദിവസം ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. എനിക്കെന്തോ ഒത്തിരി പരിചയമുള്ള ഒരാൾ മരണപ്പെട്ടതുപോലായിരുന്നു അന്ന്. പക്ഷെ പിന്നീട് അതൊക്കെ മറന്നുപോയി. വീണ്ടും ക്വീൻ എലിസബത്തിൻ്റെ ആ ഒരു മരണത്തിന് ശേഷം വീണ്ടും ആ ഒരു ഡയാന പ്രിൻസസിനെ പറ്റി കൂടുതൽ അറിയാനും ഒക്കെയുള്ള ആകാംക്ഷ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിനെ റിലേറ്റ് ചെയ്തൊരു മൂവി കാണണമെന്ന് പറഞ്ഞ് ദ ക്രൗൺ എന്നാണ് തോന്നുന്നു, നെറ്റ്ഫ്ലിക്സിലാണോ ആമസോണിലാണോ കണ്ടതെന്ന് ഓർമ്മയില്ല. എന്തായാലും അതിട്ട് കഴിഞ്ഞ് സിനിമ കാണാനൊക്കെ ഇട്ടിരുന്ന് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ ഞാൻ ഉറങ്ങിപ്പോയി. അത് സിനിമയുടെ കുഴപ്പം കൊണ്ടല്ല കേട്ടോ, എനിക്ക് മന്തിയുടെ എഫക്റ്റ് ആണെന്ന് തോന്നുന്നു. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. പൊതുവേ ഫ്രൈഡേ ഞാനൊരു ആഫ്റ്റർനൂൺ നാപ്പ് എടുക്കാറുണ്ട്. വേറെ ജോലി തിരക്കൊന്നും ഇല്ലെങ്കിൽ എടുക്കാറുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നല്ലോണം ഉറങ്ങിപ്പോയി. അത് കഴിഞ്ഞ് എഴുന്നേറ്റിട്ട് ഞാനും മോനും ഓരോ കോഫി കുടിക്കാമെന്ന് കേട്ടോ. ആ ഓരോ ഉറക്കക്ഷീണം മാറ്റാൻ. മക്കളൊന്നും ഉറങ്ങിയില്ല, ഞാൻ മാത്രമേ ഉറങ്ങിയുള്ളൂ. ഞാൻ ലിവിങ് റൂമിൽ തന്നെ ഇരുന്ന് ഉറങ്ങിപ്പോയി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം മഗ്‌രിബൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇന്ന് രാത്രി ഉണ്ടാക്കാൻ പോകുന്നത്. പൊതുവേ ഫ്രൈഡേ നമ്മൾ ചിലപ്പോൾ പുറത്തുനിന്നൊക്കെ വാങ്ങും. പക്ഷേ ഇന്ന് ഹസ്ബൻഡിന് കുറച്ച് തിരക്കുള്ളത് കാരണം ഹസ്ബൻഡ് ഇന്ന് ലേറ്റ് ആവുമെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മളിന്ന് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത് കട്ട ഗോതമ്പ് പുട്ട. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ കട്ട ഗോതമ്പ് പുട്ട് എന്താണെന്ന്. സാധാരണ ഗോതമ്പ് പുട്ട് എല്ലാവർക്കും ഇഷ്ടം നല്ല തരിതരിയായി സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടല്ലേ. എനിക്കും ഇഷ്ടം അങ്ങനത്തെ പുട്ടാണ്. പക്ഷേ എൻ്റെ ഹസ്ബൻഡിന് ഇഷ്ടം ഇതുപോലെ കട്ടകളുള്ള പുട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കര എളുപ്പം ഉണ്ടാക്കാൻ. നമ്മൾ സാധാരണ സോഫ്റ്റ് ആക്കാൻ വേണ്ടി മിക്സിയിലിട്ട് അടിക്കുകയോ ഒന്നും വേണ്ട. വെറുതെ ചപ്പാത്തിയുടെ മാവ് വെള്ളത്തിൽ കുഴച്ചാൽ മതി. പക്ഷേ ഗോതമ്പ് പുട്ട് നല്ല ഗോതമ്പ് പുട്ട് ഉണ്ടാക്കാനായിട്ട് നമുക്ക് അതിൻ്റെ മാവ് വാങ്ങാൻ കിട്ടും. ഗോതമ്പ് പുട്ടിൻ്റെ തന്നെ പുട്ടുപൊടി വാങ്ങാൻ കിട്ടും. നല്ല അടിപൊളി പുട്ടാണ്. എനിക്കിഷ്ടം അതാണ്. ഈ കട്ടപ്പുട്ട് കഴിക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ്. പക്ഷേ അതിനേക്കാൾ മടിയാണ് 2 പേർക്കായിട്ട് പുട്ട് നനയ്ക്കാൻ. അപ്പോൾ അത് കാരണം ഞങ്ങൾ കട്ടപ്പുട്ടാണ് ഉണ്ടാക്കുന്നത്. മക്കൾക്ക് ഉച്ചക്കലത്തെ മന്തി തന്നെ കേട്ടോ. പിന്നെ മീൻ ഇന്ന് നല്ല ഫ്രഷ് മീൻ കിട്ടിയത് കാരണം മീൻ മുളക് കറി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ കുഞ്ഞൻ മത്തി വറുത്തതുകൊണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ പുട്ടിൻ്റെ കോമ്പിനേഷൻ. മീൻ മുളക് കറിയൊക്കെ ഉമ്മ ഉണ്ടാക്കി കേട്ടോ. ഞാൻ പുട്ട് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഉമ്മ പുട്ടുണ്ടാക്കില്ല. ഉമ്മ ഉണ്ടാക്കുമ്പോൾ കട്ട വരത്തില്ലെന്നും പറഞ്ഞ് ഉമ്മക്ക് പുട്ടുണ്ടാക്കാൻ പേടിയാണ്. അങ്ങനെ ഒരു പുട്ടടിയോടുകൂടി ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇത്രയും നേരം ക്ഷമയോടെ വാച്ച് ചെയ്തതിന് ഒരുപാട് നന്ദി. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കോ കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. സീൻ ആൻഡ് വീഡിയോ ബൈ ഫ്രം സൂസ് പെപ്പ ക്യാൻഡി.